സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശരദഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ കന്ദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഇനി 23-ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് പറയാനുള്ളത്. അപ്പം അതിന് മുമ്പേ പറഞ്ഞു, പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ശിവനെ കളിയാക്കി ചിത്രകേതു എന്ന രാജാവ്. ഭഗവാന്റെ മഹത്വം, ഭഗവാൻ നമ്മളെപ്പോലെ അല്ല എന്ന സത്യം തിരിച്ചറിയാതെ ആത്മാവിനെന്തിനാണ് വസ്ത്രം, അത് അറിയുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതറിഞ്ഞില്ല ചിത്രകേതു. അതിനെ പാർവതി അസുരനായിട്ട് പോട്ടേന് ശപിച്ചു. പക്ഷേ ശാപമോക്ഷം പോലും ചോദിക്കാണ്ട് ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു ചിത്രകേതു. അപ്പോൾ വൃത്രാസുരനായിട്ട് നീ ജനിക്കും, ഭക്തി ഉണ്ടാവും, നിനക്കതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും വരില്ല, ശാപം വലിക്കാണ്ടിരിക്കില്ല, അത്രയേ ഉള്ളൂ, വേറൊരു കുഴപ്പവും വരില്ല, നീ ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാവും എന്ന് പറഞ്ഞ് പാർവതി അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞു വെച്ചത്. അടുത്ത് വേറൊരു കഥാഭാഗമാണ്. 3 കഥയാണ് ഈ ദശകത്തിൽ. ഇപ്പോൾ 3-ാമത്തെ കഥ ചിത്രകേതുവിൻ്റെ കഴിഞ്ഞു. ആദ്യത്തെ 3 കഥയാണ് അതിലാകെ വരുന്നത്. ദക്ഷൻ്റെ ആ ഒരു ചരിതം പറഞ്ഞു, പിന്നെ ചിത്രകേതു ഉപാഖ്യാനവും പറഞ്ഞു. ഈ മരുത്തുക്കളുടെ ഉൽപ്പത്തി എന്ന വേറൊരു കഥാഭാഗമാണ് അവസാന ശ്ലോകത്തിൽ. തത്സേവനേന ദിതിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്രതുകൃതോ മരുതോ ബിലേബേ ദുട്ടാശയേബി ശുഭദേവ ഭവന്നിഷേവ തത്താദിശത്തമവമാം പവനാലയേശ. 2 അധ്യായത്തിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുന്നത്. 2 അധ്യായത്തിലാണ്. ഒന്ന് വലിയ അധ്യായം, ഒന്ന് ചെറുതും. 18ഉം 19ഉം അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യം ഇവിടെ ഒരു ദശകത്തിൽ ഒതുക്കി. അതായത് ദിതി തൻ്റെ ഭർത്താവായിട്ടുള്ള കശ്യപനോട് സന്താനം വേണം എന്ന അഭ്യർത്ഥന നടത്തുകയാണ്. ഇന്ദ്രനെയും ദേവന്മാരെയും ജയിക്കുക. ഇന്ദ്രനെ കൊല്ലത്തക്ക വിധത്തിലൊരു പുത്രൻ തനിക്കുണ്ടാവണമെന്ന് ദിതി കശ്യപനോട് അപേക്ഷിക്കുകയാണ്. ഇന്ദ്രനെ കൊല്ലണം, അതിനുള്ളൊരു പുത്രൻ ഉണ്ടാവണം. അപ്പം ഈ കശ്യപൻ്റെ പുത്രൻ തന്നെയാണ് ഇന്ദ്രനെ. അതിഥിയിലാണെന്ന് മാത്രം. 2 അമ്മ ഒരച്ഛൻ. അതിഥി ദിതി 2 കൂട്ടരും കശ്യപൻ്റെ പത്നിമാരാണ്. അതിഥിയിലുണ്ടായവരാണ് ദേവന്മാർ, ദിതിയിലുണ്ടായവരാണ് അസുരന്മാർ. അപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛൻ തൻ്റെ ഒരു പുത്രൻ തൻ്റെ വേറൊരു പുത്രനെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുമോ? അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു വരം കൊടുക്കുമോ? ദിതി ആ വരം ചോദിച്ചു കഴിഞ്ഞു. കൊടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം വാക്ക് ആദ്യം മേടിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയുണ്ടല്ലോ സൂത്രം. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും ഉണ്ടാവും സാമർത്ഥ്യം. ഇനിയിപ്പോൾ ആ കൊടുക്കാതെ പറ്റില്ല. ഇന്ദ്രനോ കൊല്ലപ്പെടാനും പാടില്ല. അതിനെന്താ വഴി? ഒരു ബുദ്ധി ഇപ്പുറത്ത് അതിലേറെ ബുദ്ധി പ്രവർത്തിച്ചു. ഒരു കാര്യം ചെയ്യാം, ദിതി, കണക്കിപ്പോൾ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ പറഞ്ഞതായ ഒരു വ്രതം തെറ്റാതെ അനുഷ്ഠിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം സാധിക്കും. പുംസവനം എന്ന് പറഞ്ഞിട്ടുള്ള വ്രതമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഭാഗവതത്തിൽ പ്രത്യേകം പറയണു. അപ്പം അതിൻ്റെ നിയമങ്ങളൊക്കെ വളരെ അധികം പറയുന്നുണ്ട്. സന്ധ്യയ്ക്ക് ഉറങ്ങരുത്, തലമുടി സന്ധ്യയ്ക്ക് വേറെടുക്കാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ. കുളിച്ചതിന് ശേഷം വസ്ത്രം പുതിയത് കലക്കിയതേ ഉടുക്കാവൂ. പഴയ വസ്ത്രം കുളിക്കുന്നതിന് മുമ്പേ ഉടുത്ത വസ്ത്രം അതേപോലെ കുളി കഴിഞ്ഞ് ഉടുക്കരുത്. കുളിക്കുക. 3 നേരം ഇതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണചര്യകൾ, ഈശ്വരനെ പ്രസാദിക്കാനുള്ള ചില മന്ത്രങ്ങൾ കുറേയുണ്ട്, എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ദിതി അത് അനുഷ്ഠിക്കാൻ തുടങ്ങി. തത്സേവനേന ദിതി
2 വാക്കിലാണ് അപ്പോൾ ഇത്രയും കാര്യം ഒതുക്കിയത്. പിതാവായിട്ടുള്ള കശ്യപനോടുള്ള പുത്രാർത്ഥന, അഭ്യർത്ഥന, അങ്ങനെ ആ കശ്യപൻ വരം കൊടുക്കണു, തെറ്റാതെ ഞെട്ടിക്കണം എന്ന് പറയണു. തെറ്റിയാൽ ഈ ഉണ്ടാവുന്ന പുത്രൻ ദേവന്മാരുടെ പക്ഷപാതിയായിട്ട് മാറും. വേറെ കുഴപ്പമൊന്നും വരില്ല, ഇന്ദ്രനെ കൊല്ലില്ല, ഇന്ദ്രൻ്റെ ശക്തി വർദ്ധിക്കുക ചെയ്യുക, നെഗറ്റീവ് എഫക്റ്റ് ആവും. ഇവിടെ ഇന്ദ്രൻ്റെ ശക്തി കുറയണം, ഇന്ദ്രൻ മരിക്കണം. അത് ശരിക്കും അനുഷ്ഠിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ശരിക്കും അല്ലെങ്കിലോ വ്രതത്തിൽ തെറ്റ് പറ്റിയാൽ ഇന്ദ്രൻ്റെ ചങ്ങാതിയായിട്ടാവും നിൻ്റെ പുത്രൻ മാറുക, ശക്തി വർദ്ധിക്കുക ചെയ്യുക. അതാണ് തേവനേന ദിതി ഇന്ദ്രവധോദ്യതാപി, ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമമായിരുന്നു. പുംസവനം എന്നാണ് വ്രതത്തിൻ്റെ പേര്, ഇവിടെ പറഞ്ഞിട്ടില്ല, ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്രതം അനുഷ്ഠിച്ചു. ഇന്ദ്രവധോദ്യതാപി, ഇന്ദ്രനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്. പക്ഷെ അത് നടന്നില്ല. അതെന്താ കാരണം? താൻ പ്രത്യുതേന്ദ്രതുകൃതോ മരുതോപിലേപേ, പ്രത്യുതേന്ദ്രതുകൃത നേരെ വിപരീതം ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ മരുത്തുക്കളായി. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്നു. സൂത്രത്തിൽ എന്ത് ചെയ്തു? വ്രതം പറഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ഉറങ്ങരുത് എന്ന്. ദിതി ഒരു ദിവസം സന്ധ്യയ്ക്ക് അബദ്ധത്തിൽ ഉറങ്ങിപ്പോയി. ഇന്ദ്രൻ തന്നെ കാറ്റ് വീശി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചതാണ്. ക്ഷീണം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഉറങ്ങുമ്പോൾ വ്രതം ഇട്ടിച്ചാൽ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഉറങ്ങിയാൽ എന്തുണ്ടാവുക? വ്രതഭംഗം വന്നു. ആ സമയത്ത് ദിതിയുടെ ഗർഭത്തിലേക്ക് ഒരു ചെറിയ സൂക്ഷ്മ ശരീരം എടുത്ത് കടന്നു. എന്നിട്ട് ഈ ഗർഭത്തിനെ 7 ആക്കി ഛേദിച്ചു എന്നും ആ 7 കഷ്ണങ്ങളെ ഓരോന്നിനെ 7 ആക്കി ഛേദിച്ചു എന്നും 49 മരുത്തുക്കളായിട്ട് അവ മാറി എന്നും ഭാഗവത്തിൽ പറയുന്നു. വ്രതം മുടങ്ങിയപ്പോൾ അവർ ഇന്ദ്രൻ്റെ ചങ്ങാതിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്രതം മുടങ്ങി സന്ധ്യയ്ക്ക് ഉറങ്ങി. സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല, സന്ധ്യയ്ക്ക് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. വ്രതം എന്ന് മാത്രമല്ല, സാധാരണ സമയത്തും സന്ധ്യയ്ക്ക് കിടന്നുറങ്ങരുത്. അത് മഹാ അമംഗളാണ്. ശാരീരികമായിട്ട് മാനസികമായിട്ട് ആ വീടിൻ്റെ ഐശ്വര്യത്തിന് ഒക്കെ പ്രശ്നം ഉണ്ടാക്കണത് അത്രേ. രാത്രി ഉറങ്ങുക, പകലുറങ്ങാൻ പാടില്ല, സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല, രാത്രി ഉറങ്ങാം. രാത്രിയാണ് ഉറങ്ങാനുള്ള സമയം, അപ്പോൾ ഉറങ്ങാം. സന്ധ്യയ്ക്ക് ഉറങ്ങിക്കൂടാ, പകലും ശരിയല്ല. നമുക്ക് ഉറങ്ങാൻ വെച്ച സമയം രാത്രിയാണ്, പകലുമല്ല സന്ധ്യയ്ക്കുമല്ല. അതുകൊണ്ട് 49 ദേവതകൾ ഇന്ദ്രൻ്റെ ചങ്ങാതിമാരായി. കാരണം സന്ധ്യയ്ക്ക് ഉറങ്ങി ഈ ഗർഭത്തിനെ 7 ആയിട്ട് ഛേദിച്ചു. അവർ പുറത്തേക്ക് വന്നു ഗർഭത്തിൽ നിന്ന്. അമ്മേ, ഞങ്ങളൊക്കെ ഇന്ദ്രൻ്റെ കൂടെ പോവുകയാണ്, ടാറ്റ എന്നും പറഞ്ഞ ഒരൊറ്റ പോക്ക്. അപ്പം തനിക്ക് പുത്രൻ ഉണ്ടാവണം, ഇന്ദ്രനെ കൊല്ലാന്ന് വിചാരിച്ചിട്ട് അവർ ആരുടെ പുത്രന്മാരായി? അതിഥി ദേവമാതാവിൻ്റെ പുത്രന്മാരായി. ദുഷ്ടാശയേപി ശുഭദേ ഭവന്നിഷേവ തത്താർജർത്തമം പവനാലയേശ. ദുഷ്ടഹൃദയത്തിന് പോലും അവിടുത്തെ സേവിക്കുന്നത് കൊണ്ട് ഗുണമേ വരൂ. കാരണം ദിതിക്ക് ഇന്ദ്രനെ കൊല്ലേണ്ടി വന്നില്ല. അങ്ങനെയുള്ള ഇന്ദ്ര വഴി എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് അത്രേ ദിതി ശപിച്ചത്. തൻ്റെ കുട്ടികളെ തട്ടിയെടുത്തു ദേവമാതാവ്. അപ്പോൾ ദിതി ശപിച്ചു അതിഥിയെ, അടുത്ത ജന്മം നിനക്ക് പുത്രദുഃഖം കൊണ്ട് കരയാറാവട്ടെ. അങ്ങനെ അതിഥിയാണ് ദേവകിയായിട്ട് ജനിച്ച 6 കുട്ടികളെ കംസൻ അടിച്ചു കൊല്ലുന്നത് എന്ന് ദേവി ഭാഗവത്തിൽ പറയണു. ഈ ശാപം ദിതി കൊടുത്തത് തൻ്റെ കുട്ടികളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അടുത്ത ജന്മം നിൻ്റെ കുട്ടികൾക്ക് മരണം ജനിച്ച ഉടനെ സംഭവിച്ച് നീ ദുഃഖിക്കാറാവട്ടെ എന്ന് പറഞ്ഞു എന്ന് അതിൽ ദേവി ഭാഗവതത്തിൽ പറയുന്നു. തത്സേവനേന ദിതിരിന്ദ്രവധോത്യതാപി, ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിലും താൻ പ്രത്യുതെന്തതുകൃതോ മരുതോബിലേബേ, ആ ദേവേന്ദ്രന് മരുത്തുക്കൾ എന്ന രീതിയിൽ സുഹൃത്തുക്കളായിട്ട് അവരെ കിട്ടി. വ്രതം മുടങ്ങിയത് കൊണ്ട് ദുഷ്ടാശയേപി ശുഭദേവ ഭവൻ നിഷേവാം തത്താൽ ചർത്തമവമാം പവനാലയേശ. ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഈശ്വരനെ സേവിച്ചാൽ ഒരിക്കലും ചീത്ത അല്ലെങ്കിൽ അമംഗളം ഉണ്ടാവില്ല, നല്ലതേ ഉണ്ടാവുള്ളൂ എന്ന് ഇതിൽ നിന്നും കാണിച്ചിരിക്കുകയാണ്. ദുഷ്ടാശയേപി ശുഭദേവ ഭവൻ നിഷേവ തത്താദിശസ്തമവ മാം പവനാലയേശ. അങ്ങനെയുള്ളതായിട്ട് സർവേശ്വര അങ്ങ് എന്നെ രക്ഷിക്കണമേ.
ഇനി അടുത്ത 2 ദശകത്തിൽ പ്രഹ്ലാദചരിതമാണ്. 2 ദശകത്തിൽ നരസിംഹാവതാരം 25-ാമത്തെ ദശകത്തിൽ തുടങ്ങി പിന്നെയൊക്കെ നരസിംഹത്തിനെ വർണ്ണിക്കുകയാണ്. 24-ലോ പ്രഹ്ലാദചരിതമാണ് വർണ്ണിക്കുന്നത്. എന്തായാലും അത് ഇവിടെ കഴിയല്ലേ, അടുത്ത ഭാഗത്ത് നോക്കാം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.